അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈ മനോഹരമായ ചടങ്ങിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ മതബോധനയിൽ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗങ്ങളെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറ്റു ആയിരക്കണക്കിന് പ്രവാചകന്മാരെയും അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചത് സന്ദേശവും പ്രബോധനം ചെയ്യാൻ മാത്രമാണ്. നിത്യജീവിതത്തിലെ മാറ്റങ്ങളെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിലെ വിവരസാങ്കേതിക വിദ്യയുടെ മേഖലയിൽ അഭൂതപൂർവമായ വിജയം ഉണ്ടായിട്ടുണ്ട്. ഇത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അതിൻ്റെ ഫലമാണ്. സ്മാർട്ട് ഫോൺ ലൗകികമായ സന്ദേശങ്ങൾക്കായി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരെ എണ്ണം കുറവല്ല. എന്നാൽ ലോകത്ത് വിശ്വസിക്കുന്നവർ സ്മാർട്ട് ഫോണിലൂടെ ലൗകികമായ കാര്യം മാത്രം നേടരുത്. പകരം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ നാം എല്ലാവരും ശ്രമിക്കണം. അതിനുള്ള അവസരങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ ലഭിക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. നബിയുടെ അനുയായികളും സ്വഹാബികളും താബിഈമാരും അവരുടെ ശേഷം വന്ന അള്ളാഹുവിൻ്റെ പ്രിയദാസന്മാരും ഇസ്ലാമിൻ്റെ അസ്തദിക്കുകളിൽ സഞ്ചരിച്ച് നിരവധി ത്യാഗം സഹിച്ച് ഇസ്ലാമിൻ്റെ പ്രവർത്തനം നടത്തി. നമുക്ക് ലഭ്യമായ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും മുഴുവൻ നേരം മുഴുകുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.